എൻ്റെ സീക്രറ്റ്സ് എന്നിലൂടെ മണ്ണിലൂടെ അലിഞ്ഞു ചേരുന്നൊക്കെ. നോട്ടി അങ്ങനെ പക്ഷെ നോട്ടി ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അതെ 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 അതെ. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന പണ്ട് ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എന്ത് ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങളെല്ലാരും ഞാൻ പറ്റിക്കുകയാണല്ലോ എന്നാലേക്കും. ചേച്ചി ഓപ്പൺ ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ജസ്റ്റ് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ചേച്ചി കോംപ്ലിമെന്റ് പറഞ്ഞു. നമ്മുടെ ടാലന്റിൽ വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം അങ്ങനെ. പക്ഷെ ഇതും എനിക്ക് വേണം. നല്ല സിനിമകളുടെ ഭാഗമാണ് എനിക്ക് എല്ലാം വേണം. നമസ്കാരം. അഭിരാമി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ നായകന്മാരെ നമ്മളോട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഗായത്രി സുരേഷ് ആൻഡ് ഹരികൃഷ്ണൻ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ആൻഡ് എവറിത്തിങ് കണ്ടപ്പോൾ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഹാപ്പി വൈബ്സ് ആണ് മൊത്തത്തിൽ. നമുക്ക് അങ്ങനെ സസ്പീഷ്യസ് അങ്ങനെയല്ല, കുറച്ച് ഇറ്റ്സ് വെരി പ്ലസന്റ് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് സിനിമയെ പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? അഭിരാമി എന്നാണ് ക്യാരക്ടറുടെ പേര്. ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു വുമണാണ്. ആൻഡ് എങ്ങനെ ആളുടെ ജീവിതം അത് കഴിഞ്ഞിട്ട് മാറുന്നു എന്നുള്ളതാണ് സ്റ്റോറി. ആൻഡ് എങ്ങനെ അതിൽ നിന്ന് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ഇമ്പാക്ട്സും അത് കഴിഞ്ഞ് എങ്ങനെ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ക്യാരക്ടറുടെ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിഥുൻ എന്നാണ്. അഭിരാമിയുടെ ലവറാണ്. പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇതാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടർ. അപ്പോൾ ഈ സിനിമ പറയുന്ന പോലെ ഞാൻ ട്രെയിലർ കണ്ടു. അപ്പോൾ ഈ ഒരു സിനിമ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ആ ഒരു ഇതാണ്. നിങ്ങൾ ആക്ച്വലി സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്സ് ഉള്ളവരല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു ചേച്ചി കുറച്ചുകൂടെ ആക്റ്റീവാണ്. കുറച്ചുകൂടെ ആക്റ്റീവാണ്, കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഐ എം നോട്ട് ഇൻക്ലൂഡിങ്, പക്ഷെ എന്നാലും ഉണ്ടാവുമല്ലോ. അതെന്തായിരിക്കും? ലൈക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ഇമ്പാക്ട് ആണോ നെഗറ്റീവ് ഇമ്പാക്ട് ആണോ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട്? ഹാവ് യു എവർ റിഗ്രറ്റഡ് സ്റ്റാർട്ടിങ് ഇൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്? നെവർ. കാരണം ഫോണിലോട്ട് അധികം എൻഗേജ്ഡ് ആവുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും തോന്നില്ല? സോഷ്യൽ മീഡിയ കൂടുതൽ അഡിക്റ്റ് ആവുന്ന, ലൈക്ക് പൊതുവെ അങ്ങനെ കാണല്ലോ, കൂടുതൽ എൻഗേജ്ഡ് അതിലാണല്ലോ. അത് അങ്ങനത്തെ ഒരു ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ വിൽ പവർ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയെ ഇല്ല. ഞാൻ ചെയ്യില്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കേണ്ട ഒരു അങ്ങനെ പോയി. പക്ഷെ നമുക്കത് മാറ്റി വെക്കാം. ഞാൻ ഇന്നൊരു 15 മിനിറ്റേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു വിൽ പവർ ഒക്കെ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. എനിക്കുണ്ടായിരുന്നു. അല്ല, ഞാൻ ഭയങ്കര ഒരു കാര്യം അതാ ഞാൻ ചോദിച്ചത്. ലൈക്ക് ആക്റ്റീവ് അത്ര ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ. അഡിക്ഷൻ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ല. ചേച്ചിയുടെ കേസിൽ വരികയാണെങ്കിൽ ടൈറ്റിൽ മീൻസ് സിനിമയുടെ ടൈറ്റിൽ തന്നെ പേരായിട്ട് വരുന്ന ഇത് രണ്ടാമത്തെ സിനിമ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗ ഡസ് ദാറ്റ് ഫീൽ? കാരണം ആസ് എൻ ആക്ടർ, ഫീമെയിൽ ലീഡ് ആക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റോള് കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി റെയർ എന്നല്ല, ഇറ്റ്സ് ആക്ച്വലി ഹാപ്പി. അപ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? അത് നമ്മളും ഏതെങ്കിലുമൊക്കെ പോയിന്റിലൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, വേറെ വല്ല സിനിമ കാണുമ്പോൾ ഓ ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ ഒരു ടൈറ്റിൽ പേരിൽ വരുന്ന എന്തെങ്കിലും എന്നൊക്കെ. പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അങ്ങനെ എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെ അതിനെ തലയിലേക്ക് എടുത്ത് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന്. ഓക്കെ, ഇറ്റ്സ് എ ഫിലിം നെയിം, ഭാഗ്യത്തിന് അത് എൻ്റെ പേര് അങ്ങനെയായി. അങ്ങനെ ചേച്ചി ഒരുപാട് സിനിമയിൽ മീൻസ് ജമുനാപ്യാരി തൊട്ട് ഇവിടുന്ന് വരെ ഒരു കുറച്ച് സിനിമ. പക്ഷേ ചേട്ടൻ മലർവാടി ആർട്സ് ക്ലബ്ബ് തുടങ്ങിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വരെ ഒരുപാട് സിനിമകൾ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട് ഒരുപാട് സിനിമകൾ. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് നമുക്ക് ആസ് എൻ ഓഡിയൻസ് തോന്നിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ ആ വ്യത്യാസം തോന്നിയിരുന്നോ? ലൈക്ക് ഹൗ വാസ് ദി ഐസ് ബ്രേക്കിംഗ് ബിറ്റ്വീൻ യു ടു? പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, ഞങ്ങൾ ഇതിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. പക്ഷെ ഫസ്റ്റ് തന്നെ സിങ്കായി, ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കറക്റ്റായിട്ട് ട്രാക്കിൽ വീഴും. അപ്പോൾ ചില ആദ്യത്തെ മൂവി മലർവാടി ആർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അത് ഇപ്പോഴും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസ് സിനിമകൾ. പക്ഷേ ആ ഒരു സമയത്തും ദാറ്റ് വാസ് എ വെരി സ്പെഷ്യൽ. നമ്മൾ ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികളും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. സോ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ആ സിനിമയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് വീണ്ടും നമുക്കതിൽ കാണാം. സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് മൂവി, എസ്പെഷ്യലി വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ലൈക്ക് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു സിനിമ ആൻഡ് ഹീസ് ഡയറക്ടിങ് അഗൈൻ. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വർഷങ്ങൾക്ക് ശേഷം വിനീതന്റെ മൂവിയാണ്, ധ്യാനല്ല ഡയറക്ടർ. ഞാൻ പറഞ്ഞത് ധ്യാൻ അഭിനയിക്കുന്നു, വിനീത് ശ്രീനിവാസൻ ഡയറക്ടർ മൂവി. അത് കാണാൻ നല്ല രസമായിരുന്നു ഈ പരിപാടി. കാരണം ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും പരിപാടിയും അവര് തമ്മിലുള്ള കൗണ്ടറും അതൊക്കെ ഭയങ്കര നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ
ഫ്രണ്ട് സർക്കിൾ കംപ്ലീറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി ക്രിക്കറ്റ് കളി പരിപാടി മൂന്നാറായിരുന്നു. രാത്രി ക്യാമ്പ് ഫയർ, പാട്ട് പരിപാടി, ഒരു ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം. ഒരുപാട് ഇന്റർവ്യൂസിൽ രാത്രി വിനീതേട്ടന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്ന് അതിനകത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്നോ പാട്ട് പാടാൻ? ഇല്ല, ആ കൂടുതലില്ലായിരുന്നു. അത് ഇവര് നമ്മുടെ ഷൂട്ട് ചെയ്തൊരു ബംഗ്ലാവുണ്ട്, അവിടെ തന്നെ ആയിരുന്നു താമസം പരിപാടിയൊക്കെ. ഇവരുടെ രാത്രിത്തെ കലാപരിപാടിയാണത്. പോയി പാട്ടുപാടി ഉണർത്തുക. ഇങ്ങനെ മലർവാടി ഇറങ്ങുമ്പം താങ്കൾ സ്കൂളിലായിരുന്നു. ഞാൻ കുറെ പേരെൻ്റെ അടുത്ത് പറയേ മലർവാടി റിലീസ് ചെയ്യുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2010 12th ജസ്റ്റ് ഭാഗ്യം. പക്ഷെ 2011 അപ്പൊ ചേച്ചി മിസ് കേരള ഏത് ചെയ്തു? 2014 ലൈക് മിസ് കേരള ആയിട്ട് പിന്നെ സിനിമയിൽ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏത് സമയം എപ്പോഴായിരുന്നു സിനിമ ആഗ്രഹിച്ച് വന്നതാണോ അതോ ആ ഒരു ഇതിലാണോ മിസ് കേരള പോയത്? അതെ, അതെ. കാരണം എങ്ങാനെങ്കിലും ജയിച്ച് അല്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ ഒരു കണക്ഷൻ, ഇപ്പൊ മിസ് കേരളയിലെ എങ്ങനെങ്കിലും ഒരു ഡയറക്ടേഴ്സ് ആയിട്ടോ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ ഫോട്ടോ വരും. അപ്പോൾ ആ സമയത്ത് മിസ് കേരളകളെ അങ്ങനെയൊക്കെ എടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് അറിയില്ലെങ്കിലും സബ് കോൺഷ്യസ്ലി എവിടെയോ. പിന്നെ സ്വപ്ന എന്ന് പറഞ്ഞ മിസ് കേരള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ മോളാണ്. അപ്പൊ അതിന് പോയത് ഞാൻ ആലോചിച്ചു, എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് പോകണം മിസ് കേരളയ്ക്ക്. പിന്നെ റിമാ കല്ലിങ്കലിന്റെ മിസ് കേരള കണ്ടിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുമല്ലോ എപ്പോഴെങ്കിലും പോകണം, അങ്ങനെ അത് ജോയിന്റ് ആയതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചേച്ചി ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമയിൽ വന്ന സമയത്ത്. അത് ഡ്രോപ്പ് ചെയ്തു, വിട്ടു? 2019 വിട്ടു. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ? കാരണം ഇപ്പൊ പലരും ഉണ്ടല്ലോ വർക്ക് ലൈഫ് ഇത് ബാലൻസ്, എന്തുകൊണ്ട് അതിന് പോയില്ല? ലൈക്ക് വൈ ഡിഡ് യു ചൂസ് ദിസ്? ബാങ്കിൽ ജോയിൻ ചെയ്തത് എന്താ വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് MBA പോകാനാ നിൽക്കണ്ടായിരുന്നേ. പക്ഷെ എല്ലാവരും പറയാ സിനിമ വേണ്ട, നമുക്ക് MBA അങ്ങനെയൊക്കെയാണല്ലോ അങ്ങനെ പറയാ അച്ഛനും അമ്മയൊക്കെ. അപ്പൊ അതിനു മുമ്പ് ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ മറ്റേ ക്യാമ്പസ് പ്ലേസ്മെന്റ് വന്നപ്പോൾ വെറുതെ ഇന്റർവ്യൂവിന് പോയി നോക്കിയപ്പോൾ കിട്ടി. എന്നാ പിന്നെ ഒരു വർഷം വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാ. പക്ഷെ ജോയിൻ ചെയ്ത് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അങ്ങനെ, പിന്നെ ബാങ്ക് ജോലി ആയതുകൊണ്ട് ആരും വിടാനും സമ്മതിച്ചില്ല. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് എനിക്ക് തോന്നി ബാങ്ക് ജോലി ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യില്ല. കാരണം എനിക്ക് അതിൽ അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ല, അതിൽ അങ്ങനെ ഒരു കഴിവില്ല. സോ ഐ തോട്ട് വൈ നോട്ട് ഗിവ് ഇറ്റ് അപ്പ്, ഇഫ് നോട്ട് സിനിമ ഓൾസോ. സിനിമ ഇല്ലെങ്കിൽ കൂടെയും ഞാൻ വിട്ടേനെ ബാങ്ക് അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഒരു ചെറിയ ഏജിൽ തന്നെയാണല്ലോ മലർവാടി ആർട്സ് ക്ലബ്ബ് സിനിമ. ആക്ച്വലി ഈ ഡിഗ്രി അല്ല ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതിന്റെ ആഡ് പേപ്പറിൽ കണ്ടിട്ട് ഞാൻ അയക്കുവാണ്. സെക്കൻഡ് ഇയറിലാണ് അതിൻ്റെ ഓഡീഷന് വിളിക്കുന്നത്, ഒരു കൊല്ലത്തിന് ശേഷം. അങ്ങനെ അപ്പോഴാണ് ആക്ച്വലി ഞാൻ ഡിഗ്രി എടുക്കുന്ന മഹാരാഷ്ട്രയിലായിരുന്നു. സിനിമാ മോഹം മൂത്ത് വന്നതാണ്. കാരണം സിനിമയിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര റിസ്ക് എന്നല്ല, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളും അന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സാധനങ്ങളൊന്നും ഇത്ര ആക്റ്റീവ് അല്ല. അപ്പം അങ്ങനെ ഡിഗ്രി വന്നു. പിന്നെ കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തു. ആ കൂടെ പേപ്പറിൽ കണ്ടിട്ട് അയക്കണമാണിത്. അങ്ങനെ സെക്കൻഡ് ഇയറിൽ ഓഡീഷന് വിളിച്ചു. സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഷൂട്ട് ചെയ്തു. ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ മലർവാടി ഇറങ്ങി. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും സിനിമയിലുള്ള എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് എത്തിയ ജേർണി രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു വിക്കിപീഡിയ അല്ലെങ്കിൽ ഇതിൽ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സമയവും വ്യത്യാസമാണ്. ആൻഡ് സിനിമകൾ ചെയ്തിട്ടുള്ള രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഐ തിങ്ക് ആ ഒരു പക്ഷെ എന്നാലും ഐ തിങ്ക് യു ബോത്ത് ഹാഡ് എ വെരി ഗുഡ് സിങ്ക് ഇൻ ദിസ് മൂവി. അതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഫുൾ ദുബായിലായിരുന്നു അല്ലേ? ഫുൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ കുറച്ച് സോങ്ങിന്റെ ഒരു കുറച്ച് മാത്രം നാട്ടിലായിരുന്നു. പക്ഷെ എന്നാലും ഫുൾ സ്ട്രെച്ച് ദുബായിലായിരുന്നു. അപ്പോൾ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ലൈക്ക് ഫുള്ളി ദുബായിൽ ഷൂട്ടിംഗ് അത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരു പുറത്തൊരു രാജ്യത്ത് പോയി ഫുൾ മൂവി. ഹൗ വാസ് ദാറ്റ്? ദുബായ് ഷൂട്ടിങ് കുറച്ച് പാടായിരുന്നു. റെസ്ട്രിക്ഷൻസ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രസമായിരുന്നു പരിപാടി. നമുക്കിപ്പം പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് പുതിയൊരു കൾച്ചർ അല്ല, ഒരുപാട് കൾച്ചർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദുബായ്. അങ്ങനെ രസമായിരുന്നു. ആംബിയൻസിന് ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ടെറൈനിന് ഭയങ്കര ചുറ്റും അങ്ങനത്തെ ഒരു ആംബിയൻസ് അല്ലേ. അപ്പൊ അതെനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ വെയിലിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വെയിൽ പോലെ അല്ല അവിടുത്തെ വെയിൽ. അന്ന് കൂൾ ക്ലൈമറ്റ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ രാവിലെയൊക്കെ സമയത്ത് ഇവിടെ ഒരു വേർക്കലുണ്ട്, അവിടെ പക്ഷെ ഭയങ്കര ഡ്രൈ ആയി അങ്ങനത്തെ ഒരു ഹ്യൂമിഡിറ്റി അതെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ്
ഡെസേർട്ട് ആയോണ്ടായിരിക്കണം. ഡെസേർട്ട് ആയതുകൊണ്ടായിരിക്കും അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിൽ നമ്മൾ വേർക്കെങ്കിലും ചെയ്യും, ഇത് ഉണങ്ങി പോകുന്നത് പോലെ ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മൂവിയിൽ 2 സോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു സോങ് ഒക്കെ അവിടെ ആയിരുന്നുണ്ടാവില്ലേ. പിന്നെ ഈ ഒരു ടൈറ്റിൽ അഭിരാമി, ഈ അഭിരാമി എന്ന് പറഞ്ഞ ടൈറ്റിൽ ഞാൻ ഐ തിങ്ക് ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു വാട്ട് ഡസ് അഭിരാമി മീൻ, പേരെന്താ. അപ്പോൾ കിട്ടിയതാണ് ലൈക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ, ലൈക്ക് എവരി വൺ ലവ്സ് ഹർ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ഐ തിങ്ക് ശരിക്കും ഈ ഒരു പേര് ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ആക്ച്വലി അത് അഭിരാമി എന്നുള്ള പേര് ശരിക്കും ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ട് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ സിനിമയിലാണെങ്കിൽ പോലും അഭിരാമി ഈസ് വെരി ലവബിൾ എന്ന് എനിക്ക് തോന്നണേ. ഇപ്പൊ മിഥുനോടാണെങ്കിലും ഹോസ്പിറ്റലിലത്തെ ആൾക്കാരോടാണെങ്കിലും കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നോട്ടിനെസ് എല്ലാവർക്കും ഒരു അഡോറബിൾ ആണല്ലോ. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നുന്നു ചേച്ചി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള പോലെ അധികം ഇൻഡസ്ട്രിയുടെ അകത്ത് അധികം ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന ആളല്ല എന്ന് തോന്നുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? പല ഇന്റർവ്യൂസ് കാണുമ്പോൾ ഒരു ഫ്രണ്ടിന്റെ പേര് പറയാൻ ചേച്ചിക്ക് അങ്ങനെ കറക്റ്റ് ഉണ്ടാവില്ല, ലൈക്ക് എല്ലാവരോട്ടും ഫ്രണ്ട്സ് ആണ്. വൈ ആ ഒരു ഇത്? എനിക്ക് ഇൻഡസ്ട്രിയിൽ മാത്രമല്ലടോ, എനിക്ക് അങ്ങനെ ഇത് പറഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ എടുക്കാന്ന് എനിക്കറിയില്ല. അങ്ങനെ പുറത്താണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഞാൻ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ടും ശത്രു അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഞാൻ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സാണ്. ഐ എം ഇൻ ദ മൊമെന്റ്, ഐ ലവ് യു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാൽ ഞാൻ എന്നിലേക്ക് വരുംന്ന്, എൻ്റെ സീക്രട്സ് എന്നിലൂടെ മണ്ണിലൂടെ അലിഞ്ഞു ചേരുന്നൊക്കെ അങ്ങനെ. അതെ 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 അതെ. അപ്പോൾ ചേച്ചി ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയല്ലോ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും നാളെ ഇത് ട്രോൾ ആകുമോ, അല്ലെങ്കിൽ നാളെ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ചിന്തയുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ അഭിരാമി ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്താൽ ലൈക്ക് ആ ഒരു കോൺഷ്യസ് ആയിട്ട് എപ്പോഴും ഇരിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻ ഇസ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. അപ്പൊ നിങ്ങളല്ലേ എനിക്ക് ആ ഫീലിംഗ് തരണം. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കര, ഞാനത് വളരെ നോർമൽ ആയിട്ടാണ് പറയണേ. പക്ഷേ ചേച്ചിയുടെ ഇന്റർവ്യൂസിന് ആക്ച്വലി ഭയങ്കര വാല്യൂ ആണ്. നമ്മള് അങ്ങനെ മെയിൽ ഫീമെയിൽ പറയാൻ പാടില്ലെങ്കിലും നമ്മൾ ഒത്തിരി നമുക്ക് ഐക്കോണിക് ആയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആൾക്കാരല്ല. അതുപോലെ ഫീമെയിൽ വേർഷൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഇന്റർവ്യൂസ് ആക്ച്വലി ഭയങ്കര വൈറലാണ്. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതല്ലോ, ഡോണ്ട് മേക്ക് ഇറ്റ് പേഴ്സണൽ, ജസ്റ്റ് ചോദിച്ചത്. അല്ല പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് താല്പര്യം. പക്ഷെ പക്ഷെ ഇതിനെക്കാട്ടും ഭയങ്കര ഓപ്പൺ ആയിട്ട് ഈ അടുത്ത് തന്നെ ഒരുപാട് പേര് തുറന്നു പറയില്ലേ. അവൻ ഞാൻ പറയുന്നത് എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ചേച്ചിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉണ്ട്, അതെ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ എങ്ങനെയും അത് കോൺഷ്യസ് ആവാറുണ്ടോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴോ? അല്ലെങ്കിൽ ഇല്ല, അധികം ഇല്ല. നോടോ, ഞാൻ ഇപ്പൊ ഹരിച്ചേട്ടനോട് ചോദിക്കുന്നത് ഞാൻ എന്ത് ഇന്നസെന്റ് ആയിട്ട് പറയണു എന്നാണ് നിങ്ങൾ പറയണേ. പണ്ട് ഞാൻ സമ്മതിച്ചു, ഇപ്പൊ ഞാൻ എന്ത് ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞു? ഇപ്പൊ തന്നെയല്ലേ ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കൾ പറഞ്ഞില്ലല്ലോ, താങ്കളല്ലേ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ ഞാൻ ചോദിച്ചൊരു എക്സാമ്പിൾ പറയാൻ. എനിക്ക് നല്ല കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ഓക്കെ അവിടെ പക്ഷെ അങ്ങനെയല്ലേ ചേച്ചി? അല്ല അങ്ങനെയില്ല എനിക്ക്. അല്ല ഞാൻ ഓക്കെ ഇല്ല, ജസ്റ്റ് പുട്ട് ആൻ എൻഡ് ടു എൻഡ്. ഇറ്റ് ഈസ് ദാറ്റ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു മണ്ടനും പൊട്ടനൊക്കെ ഉണ്ട്. ചേച്ചി ഇത് ഓപ്പൺ ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ജസ്റ്റ് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും സംസാരിക്കുന്ന ആൾക്ക്. ഇപ്പൊ ഞാനാണെങ്കിലും നമ്മള് ചേച്ചി കോംപ്ലിമെന്റ് പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിലുള്ള സാധാരണ റാൻഡം ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇത് വരും. പക്ഷെ നമ്മളെപ്പോഴും എപ്പോഴും ഒരു വാൾ ഇട്ടിട്ട് ആക്ച്വലി ചേച്ചിയുടെ ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടർ വെച്ചിട്ട് അത് ചെയ്യുന്നില്ല. ഞാൻ ഫ്രീ ബേർഡ് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആക്ച്വലി. നമുക്ക് ഫിൽറ്റേഴ്സ് ഇല്ലാതെ സംസാരിക്കാന്ന് പറയില്ല. ഇറ്റ്സ് എ വെരി കോംപ്ലിമെന്റബിൾ തിങ്. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ സിനിമ. നമുക്ക് ഈ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് സോഷ്യൽ മീഡിയ ഒരു മെയിൻ കണ്ടന്റ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ചേച്ചിക്കാണേലും ചേട്ടനാണേലും സിനിമയിലാണേലും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ക്രിറ്റിസിസംസ് ഉണ്ടാവുമല്ലോ. ഒരുപാട് നല്ലതായിരിക്കാം, പോസിറ്റീവായിട്ടായിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു ക്രിറ്റിസിസത്തെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? കമന്റ്സ് വായിക്കുമോ അതോ കംപ്ലീറ്റ്ലി അതിനെ ഇഗ്നോർ ചെയ്യുമോ? ഹൗ ഡു യു ഹാൻഡിൽ ദിസ്? ഞാനൊക്കെ വേറെ ചോദിച്ചിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് ക്യൂരിയസ് ടു നോ ഹൗ ഈച്ച് പീപ്പിൾ ഹാൻഡിൽ. കംപ്ലീറ്റ് ഇരുന്ന് വായിക്കും. അങ്ങനെ വലിയ കമന്റ്സും കാര്യങ്ങളൊന്നും വരാറില്ല. ഇരുന്ന് വായിക്കും, അതതിൻ്റെ ഒരു രീതിക്ക് എടുക്കും. കാരണം അവർക്ക് എന്തും കുത്തിയിരുന്ന് എഴുതാമല്ലോ. അതല്ലല്ലോ റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം. എനിക്ക് വായിക്കണമെങ്കിൽ വായിക്കും. ചില സമയത്ത് എനിക്ക് മൂഡുണ്ടെങ്കിൽ വായിക്കും. ഇന്നൊന്ന് എന്നെ ഒന്ന് സ്ട്രോങ് ആക്കണം എന്ന് എനിക്ക് തോന്നുമ്പോൾ അല്ല, ഞാനിപ്പോൾ ഇനി കുറച്ച് എന്തെങ്കിലും വേറൊരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ വാട്ട് ഫാക്ടർ മേഡ് യു സേ യെസ് ടു ദിസ് മൂവി? ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക്, കാരണം നിങ്ങൾ ചൂസ് ചെയ്യണോ ലൈക്ക് പിക്ക് ചെയ്യണോ സിനിമയുടെ സ്ക്രിപ്റ്റ്? ലൈക്ക് എങ്ങനെയാണെങ്കിലും വാട്ട് മേഡ് യു സേ യെസ് ടു ദിസ് മൂവി?
രണ്ടുപേർക്കും? എനിക്കിതിന്റെ സ്റ്റോറി ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. കാരണം സോഷ്യൽ മീഡിയ യൂസേജ്, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം എന്നെ സംബന്ധിച്ച് സ്റ്റോറി തന്നെയാണ് മെയിനായിട്ട്. ചേച്ചിക്കോ? സ്റ്റോറി, അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന അപ്പോൾ എനിക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ദുബായിലാണല്ലോ ഇതിൻ്റെ മൊത്തം ഷൂട്ട്. അപ്പം ഞാനിത് കുറേ ഇതിൽ പറഞ്ഞു അപ്പോൾ ഈ അറബിക്കഥ അതൊക്കെ അവിടെ കാണുമ്പോൾ നമ്മൾ ഒരു സിനിമ ദുബായിൽ ഷൂട്ട് ചെയ്യാൻ കാരണം ഈ ദുബായിൽ എന്നും താമസിക്കുക എന്നുള്ളത് എന്താ പറയുക, എനിക്ക് നാട് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഒരു മാസം, ഒരു 1.5 മാസമൊക്കെ അവിടെ പോയി താമസിക്കാൻ നല്ലതല്ലേ, തിരിച്ചു വരാം എന്നിട്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരുപാട് സിനിമകൾ ചെയ്ത് എണ്ണം കൂട്ടുന്നതാണോ അതോ ചെയ്യുന്ന ഒരു സിനിമയിൽ വാല്യൂബിൾ ആയിട്ടുള്ള റോള് ചെയ്യുന്നതാണോ? വാട്ട് ഇസ്, നിങ്ങൾക്ക് എന്താ കൂടുതൽ ഇഷ്ടം? ഓഫ് കോഴ്സ് എനിക്ക് രണ്ടാമത് പറഞ്ഞ ലൈക്ക് എണ്ണം കൂട്ടുന്ന വെച്ചാൽ വെറുതെ ഫോർ ദിസ് നെയിം സേക്ക് അല്ല, പക്ഷെ ഒരുപാട് സിനിമകൾ ചെയ്ത് അത് നിലനിൽക്കുന്നതാണോ? അതിൽ കാര്യമില്ലല്ലോ. ആ ഒരു ഫേസ് നിലനിൽക്കുന്നതിലാണോ ഓർ ജസ്റ്റ് ഡൂയിങ് എൻ ഐക്കോണിക് റോൾ ഇൻ വൺസ് ഇൻ എ വൈൽ? ഏതാ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുക ഇഫ് ഗിവൺ എ ചോയ്സ്? ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇപ്പം ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോയ്സ്. അതിലിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എപ്പോഴും ആളുകൾ ഓർത്തേക്കും. എല്ലാ മൂവിയും ഒരു ഹിസ്റ്ററിയാണ്. അപ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേച്ചിക്ക് എങ്ങനെയാണ്? എനിക്ക് രണ്ടും ഉണ്ട്. എനിക്ക് രണ്ടും വേണം. നല്ല സിനിമകളുടെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ എൻ്റേതായിട്ടുള്ള എന്താ, എന്നാലും എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സിനിമകൾ ചെയ്യണം എന്ന് എനിക്ക് അത് കുറച്ച് ഗ്രാൻഡിയോസിറ്റിയാണ്. നമുക്ക് നമ്മുടെ ടാലൻറ്റിൽ വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് അങ്ങനെ ആ രീതിക്ക് ഞാൻ അതിനെ കാണുന്നു. പക്ഷെ ഇതും എനിക്ക് വേണം, നല്ല സിനിമകളുടെ ഭാഗമാണ് എനിക്ക്. യെസ്, എനിക്ക് എല്ലാം വേണം. മുझे सब कुछ चाहिए. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറിന്റെ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഐ തിങ്ക് ചേച്ചി പറഞ്ഞത് തന്നെയാണ്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ലൈക്ക് ഓഫ് കോഴ്സ് ഉണ്ട്. എനിക്കങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റിയോട് വലിയ താല്പര്യമില്ല. അങ്ങനെയല്ല, പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി ആൾക്കാർ സംസാരിക്കുക, നമ്മൾ അറിയപ്പെടുക. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ് അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ശരി, പറയൂ. അതായത് ഇപ്പം നമുക്ക് ഇപ്പം അറിയപ്പെടാൻ വേണ്ടിയിട്ട് കയറി നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അറിയപ്പെടാം. കുപ്രസിദ്ധിയും പിന്നെ ഈ പറഞ്ഞ പോലെ കുപ്രസിദ്ധിയോട് താല്പര്യമില്ല. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ആവണം എന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതുകൊണ്ട് മാത്രം അത് പോസിറ്റീവ് ആവണം എന്നില്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കപ്പെടാം, പോസിറ്റീവായിട്ട് ചിന്തിക്കപ്പെടാം. മനസ്സിലായി. ഇറ്റ്സ് ഹൗ ഫിയർലെസ് യു ആർ. എന്താ പറയാ, നമുക്കൊരു ധർമ്മം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ എത്ര ഫിയർലെസ് ആയിട്ട് നമ്മളത് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാ, ചിലപ്പോ അതൊക്കെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാര്യം. ഐ തിങ്ക് സ്റ്റിൽ ആ ഒരു ഇന്നസെൻസ് ലൈക്ക് ചേച്ചിയുടെ ഓപ്പൺ ആയിട്ട് പറയുന്ന രീതി ദാറ്റ് സ്റ്റിൽ കംസ്. അപ്പോൾ ഈ ഒരു സിനിമ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി റിലീസ്ഡ് വെരി സൂൺ. അപ്പോൾ ഈ ഒരു സിനിമ ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ ലൈക്ക് ഒബ്വിയസ്ലി ദേ വിൽ നെവർ ഗെറ്റ് ബോർഡ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒപ്പീനിയനും. പക്ഷെ എന്താണ് ഈ ഒരു സിനിമയെ പറ്റി നിങ്ങൾക്ക് പ്രേക്ഷകരോട് ഡയറക്റ്റ് പറയാനുണ്ടാവുക? തീർച്ചയായും അഭിരാമി ആരെയും നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോകണം, സിനിമ കാണണം. കഴിഞ്ഞോ? അഭിരാമി ഡെഫിനറ്റ്ലി ജൂൺ 7 ഇറങ്ങണേ. നല്ല കളർഫുൾ ഫ്രെയിംസ് ഉള്ള സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല BGM ഉള്ള സിനിമയാണ്. ദുബായിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ലവ് സ്റ്റോറിയാണ്. സോ എനിക്ക് നന്നാവും എന്ന് തോന്നുന്നു. ഞാനും ഈ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ I also loved it. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. So I am very happy. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you so much. Thank you. Yes.